ഉത്രാട ആശംസകൾ നേരുന്നു. കുർപ്പത്ത് കുക്കിംഗ് ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണം സ്പെഷ്യൽ ഒരു കുറുക്ക് കാളൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി 200 ഗ്രാം ചേന, ഒരു ചെറിയ നേന്ത്രക്കായ എന്നിവ സ്ക്വയറായി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തതാണിത്. ഒരു നാളികേരത്തിൻ്റെ 1/4 ഭാഗം ചിരകിയെടുക്കുക. 1/2 ലിറ്റർ അത്യാവശ്യം പുളിയുള്ള തൈര് വിപ്പ് ചെയ്തെടുത്തത്. കുരുമുളക് പൊടി 3 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ജീരകം, 5 പച്ചമുളക്, ഇത് അരപ്പിൽ ചേർത്ത് അരയ്ക്കാനുള്ളതാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്. ഇനി താളിക്കാൻ കടുക് 1 ടീസ്പൂൺ, വറ്റൽ മുളക് 3 എണ്ണം, കറിവേപ്പില 3-4 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് കാളൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചേനയും കായയും ചേർത്ത് കൊടുക്കാം. ഇതിനൊക്കെ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കഷ്ണത്തിൻ്റെ മുകളിൽ വെള്ളം ചേർത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർക്കാം. ഉപ്പ് ഈ സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. കഷ്ണം വെന്തതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി. ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കി അടപ്പ് വെച്ച് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ ഒരു 3/4 ഭാഗം വേവേ ആവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വെന്ത് മിക്സായി കഴിഞ്ഞാൽ കറിയുടെ കൺസിസ്റ്റൻസി മാറിപ്പോകും. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചേന ആയത് കാരണം കൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഒന്നും കൂടെ വേവാനുണ്ട്. വീണ്ടും ഒന്നുകൂടെ വേവിച്ചെടുക്കാം. കഷ്ണത്തിൽ നിന്നും വെള്ളം ഒരുവിധം വറ്റിയിരിക്കണം. ഈ സമയത്ത് നാളികേരം അരച്ചെടുക്കാം. നാളികേരത്തിൽ 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കേണ്ടി വരും. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് ആദ്യത്തെ ട്രിപ്പ് അരച്ചെടുക്കാം. ഇനി പച്ചമുളക് ചേർത്ത് ബാക്കിയുള്ള നാളികേരം അരച്ചെടുത്ത് കൊണ്ടുവരാം. ഈ സമയത്ത് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കുക. വെള്ളം ഒരുവിധം വറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഈ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. അതിന് പകരം നമ്മൾ കുരുമുളകാണ് ചേർക്കുന്നത്. ഈ സമയത്ത് 1/2 ലിറ്റർ അത്യാവശ്യം പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഈ തൈര് ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വയ്ക്കാൻ പാടില്ല. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ തൈര് കുറുകി വറ്റി വരണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് തൈര് ഇതാവാൻ സാധ്യതയുണ്ട്.
ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് സമയം പിടിക്കും ഇത് കുറുകി വറ്റി വരാൻ വേണ്ടി. അപ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ വെന്തു. നിങ്ങൾക്ക് ഇനിയും കുറച്ചും കൂടി കുറുക്കിയെടുക്കണമെങ്കിൽ കുറച്ചും കൂടി കുറുക്കിയെടുക്കാം. പക്ഷേ ഇനി കുറുക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ തീരെ അതിൽ ഭയങ്കര ടൈറ്റായിരിക്കും. ഈ സമയത്ത് നമുക്ക് നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം തിളപ്പിക്കാൻ പാടില്ല. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് ലൂസായിട്ടാണ് തോന്നുന്നെങ്കിലും ഇത് കുറച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ല കുറുകിയിരിക്കും. ഈ സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി കറി താളിച്ചെടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ വറ്റൽ മുളക് 3 എണ്ണം കീറിയത് ഇട്ട് കൊടുക്കുക. ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ മൂത്ത് കഴിഞ്ഞാൽ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് മൂത്ത് കഴിഞ്ഞാൽ 3-4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്ന അത്രയും നല്ലതാണ്. ഈ താളിപ്പ് കറിയിലേക്ക് ചേർക്കാം. രുചികരമായ കുറുക്ക് കാളനിവിടെ തയ്യാറായി. ഈ ഓണത്തിന് ഇങ്ങനെയൊരു കുറുക്ക് കാളൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു ഓണ വിഭവമായി അടുത്തു തന്നെ വരാം. താങ്ക് യു.